അഡ്വക്കേറ്റ് പ്രമോദ് പുഴങ്കര കേന്ദ്ര സർക്കാരിന്റെ വാദം തോക്കുപയോഗിച്ചിട്ടില്ല, വെടിവെച്ചിട്ടില്ല എന്നുള്ളതാണ്. ടിയർ ഗ്യാസ് ആണ് പ്രയോഗിച്ചത് എന്ന് മന്ത്രി ലോക്സഭയിൽ പറയുന്നു. പക്ഷെ പെല്ലറ്റ് ഗൺ അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. ആളുകളെ വെടിവെച്ച് കൊന്നില്ല എന്നുള്ളത് കൊണ്ട് മാനദണ്ഡങ്ങൾ ലംഘിച്ച് SOP പാലിക്കാതെ പെല്ലറ്റ് ഗൺ ഉപയോഗിക്കാം എന്നുണ്ടോ? പെല്ലറ്റ് ഗൺ ഉപയോഗിച്ച് ഒരു വിദ്യാർത്ഥിയുടെ കണ്ണടക്കം പോയി നിൽക്കുമ്പോൾ ഞങ്ങൾ വെടിവെച്ചിട്ടില്ല എന്ന വാദം നിലനിൽക്കുമോ? അല്ല, ഇതിന് വാസ്തവത്തിൽ കൃത്യമായ ഉത്തരവാദിത്വമുള്ളതും മറുപടി പറയേണ്ടതും കേന്ദ്ര സർക്കാരും ആഭ്യന്തരമന്ത്രിയുമാണ്. അവരുടെ നേരിട്ട് ഭരണ ചുമതലയുള്ള കേന്ദ്ര സായുധ പോലീസാണ് ഈ ആക്രമണം നടത്തിയത് മുഴുവൻ. ഡൽഹി പോലീസ് അടക്കം ഉള്ള കേന്ദ്ര സർക്കാരിൻ്റെ നിയന്ത്രണത്തിന് കീഴിലുള്ള പോലീസാണ് ഈ ആക്രമണം നടത്തിയത് മുഴുവൻ. ഇതാണ് ചിലൊരു പാറ്റേണിന് കീഴിൽ വരുന്നതാണ്. മോദി ഗവൺമെൻറ് ഇപ്പോൾ പെല്ലറ്റ് ഗൺ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇത് കാശ്മീരിലാണ് ഏറ്റവും അതിഭീകരമായ രീതിയിൽ കാശ്മീരിലെ ആളുകളുടെ പ്രക്ഷോഭത്തെ, സമരത്തെ, പ്രതിഷേധങ്ങളെ അടിച്ചമർത്തുന്നതിന് വേണ്ടി അതിഭീകരമായ രീതിയിൽ യാതൊരു വിവേചനവുമില്ലാതെ പെല്ലറ്റ് ഗൺ ഉപയോഗിക്കുകയും നൂറുകണക്കിന് ആളുകൾക്ക്, അക്ഷരാർത്ഥത്തിൽ നൂറുകണക്കിന് ആളുകൾക്ക് അതിഗുരുതരമായ പരിക്ക് പറ്റുകയും നിരവധി പേരുടെ കാഴ്ചശക്തി അടക്കം നഷ്ടപ്പെടുകയും ചെയ്തപ്പോൾ അന്ന് ഈ ബുർഹാൻ വാനിയുടെ കൊലപാതകത്തിന് ശേഷം, ബുർഹാൻ വാനിയുടെ വധത്തിന് ശേഷം കാശ്മീരിലുണ്ടായ ഇത്തരത്തിൽ പെല്ലറ്റ് ഗൺ, സെക്യൂരിറ്റി ഫോഴ്സസ് പെല്ലറ്റ് ഗൺ ഉപയോഗിച്ച് നിരവധി ആളുകളുടെ സമാധാനപരമായി പ്രതിഷേധം നടത്തിയവരാകട്ടെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അക്രമാസക്തമായി ആയുധങ്ങളൊന്നുമില്ലാതെ സ്റ്റോൺ പെൽറ്റിംഗ് എന്ന് പിന്നീട് വിളിക്കുന്ന തരത്തിലുള്ള പ്രതിഷേധം നടത്തിയവരാകട്ടെ, ഇവർക്കെല്ലാം നേരെ ഒരു വിവേചനവുമില്ലാതെ ഭരണകൂടം ഇത്തരത്തിൽ പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചതിൻ്റെ ഫലമായി കാഴ്ച നഷ്ടപ്പെട്ട പലരെയും നേരിട്ട് കണ്ട ഒരാളാണ് ഞാൻ. അന്ന് അതിൻ്റെ ഫാക്ട് ഫൈൻഡിങ് ടീമിൻ്റെ ഭാഗമായിട്ട് പോവുകയും കാശ്മീരിൽ പ്രായപൂർത്തിയാവാത്ത ഒരു പെൺകുട്ടി ഇവിടെ വീട്ടിൽ ചെന്നിട്ട് ആ പെൺകുട്ടി പറയുന്നത്, എനിക്ക് കാഴ്ച തിരിച്ചു തരാമെന്ന് മെഹബൂബ ദീദി പറഞ്ഞിട്ടുണ്ട് എന്നാണ്, കാശ്മീർ മുഖ്യമന്ത്രി ആയിരുന്നവർ. അത്രയും ഹൃദയഭേദകമായ കാഴ്ചകളാണ് കാശ്മീരിൽ നമുക്ക്. ഇത് പെല്ലറ്റ് ഗണ്ണൊക്കെ കാശ്മീരിലെ ഭരണകൂട ഭീകരതയുടെ ഒരു ചെറിയ കാര്യമാണ് എന്നുള്ളത് മറ്റൊരു കാര്യം. ഈ കാശ്മീരിൽ നിന്നും ഡൽഹിയിലേക്ക് പെല്ലറ്റ് ഗൺ എത്തുന്നത് മോദിയുടെ കീഴിലുള്ള കേന്ദ്ര സർക്കാർ എങ്ങനെയാണ് പ്രതിഷേധങ്ങളെ അക്രമാസക്തമായി നേരിടുന്നത് എന്നും ഭരണകൂട ഹിംസയുടെ കണ്ണും മൂക്കുമില്ലാത്ത ആക്രമണം എങ്ങനെയാണ് ജനകീയ പ്രതിഷേധങ്ങൾക്ക് ഉണ്ടാകുന്നത് എന്നുള്ളതുമാണ്. ഇത് ആന്റി CAA പ്രൊട്ടസ്റ്റിൽ ഉണ്ടായിട്ടുണ്ട് അല്ലെ? പൗരത്വ നിയമ ഭേദഗതിക്കെതിരായിട്ടുള്ള സമരത്തിനെ ഇതേപോലെ ഭീകരമായാണ് അടിച്ചമർത്താൻ ശ്രമിച്ചത്. ഇത് ജാമിയ മില്ലിയ ഇസ്ലാമിയയിലെ വിദ്യാർത്ഥികൾ സമരം നടത്തിയപ്പോൾ, ഈ പൗരത്വ നിയമ ഭേദഗതിക്കെതിരായിട്ടുള്ള പ്രതിഷേധം നടത്തിയപ്പോൾ ഒരു അനുവാദവും കൂടാതെ സർവകലാശാല ലൈബ്രറിക്ക് അകത്ത് കയറിക്കൊണ്ട് അവിടെ അടിച്ച് തകർക്കുകയും വിദ്യാർത്ഥികളെ അതിഭീകരമായി വേട്ടയാടുകയുമാണ് പോലീസ് ചെയ്തത്. ഇത് തന്നെയാണ് ഇത് ഒരു തരത്തിൽ ഈ പറയുന്ന ഈ ഹിംസ എന്ന് പറയുന്നത്, പ്രതിഷേധങ്ങളോടുള്ള ഹിംസ, ഭരണകൂട ഹിംസ എന്ന് പറയുന്നത് കേവലം ഭരണകൂടത്തിൻ്റെ മാത്രമാകുന്നില്ല. ഈ മോദി സർക്കാർ കീഴിൽ സംഘപരിവാറിന്റെ ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജി കൂടിയാണ്. എല്ലാ പ്രതിഷേധങ്ങളെയും അനിഹിലേറ്റ് ചെയ്യുക, ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഇവരുടെ പരിപാടി. അത് തന്നെയാണ് ഇവിടെയും പ്രയോഗിച്ചത്. ജൂലൈ 20-ാം തീയതിയുള്ള പ്രൊട്ടസ്റ്റിന് നേരെ നടന്ന അതിഭീകരമായ ആക്രമണം എന്ന് പറയുന്നത് ഇത്തരത്തിൽ എല്ലാത്തരം പ്രതിഷേധങ്ങളെയും കഴിഞ്ഞ 2014 മുതൽ ഇങ്ങോട്ട് ഇല്ലാതാക്കുന്നതിൻ്റെ ഏറ്റവും ഭീകരമായ ഒരു കൾമിനേഷൻ ആയിരുന്നു എന്ന് നമുക്ക് കാണാം. പക്ഷേ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഒരു സ്ട്രോങ് മാൻ ഇമേജ് എന്ന് പറയുന്ന മോദിയുടെ ഒരു ഫാഷിസ്റ്റ് ലീഡറുടെ ഏറ്റവും സർവാധികാരിയായ, സർവശക്തനായ ഇമേജ് എന്ന് പറഞ്ഞതാണ് പതുക്കെ പതുക്കെ ഒരു കടലാസ് പുലിയുടേതാണ് എന്ന മട്ടിൽ കൊഴിഞ്ഞു പോകുന്നത്. അതിന് പാർലമെന്റിൽ ഈ പെല്ലറ്റ് ഗൺ ഉപയോഗത്തിനടക്കം RSSന്റെ, സംഘപരിവാറിന്റെയും മോദി സർക്കാരിന് പിന്തുണ നൽകുന്ന പൊളിറ്റിക്കൽ ഗുണ്ടകളടക്കമാണ് വടിയും പിടിച്ച് ലാത്തിയും പിടിച്ച് വിദ്യാർത്ഥികളെ തല്ലിയത് എന്നും ആക്രമിച്ചതെന്നും നമ്മൾ ആ സമരത്തിന്റെ വീഡിയോകളിൽ നിന്നടക്കം ദൃശ്യങ്ങളിൽ നിന്ന് നമ്മൾ കണ്ടതാണ്. ഇതിനും ഈ പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചതിനും അമിത്ഷാ ഉത്തരം പറയുക തന്നെ വേണം. അത് പാർലമെന്റിൽ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ഈ ആവശ്യത്തോട് മുഖം തിരിഞ്ഞു നിൽക്കാൻ എല്ലാ കാലത്തും അവരങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇന്ത്യ ഇനി മുതൽ കൂടുതൽ ശക്തമായി ഈ ഫാഷിസ്റ്റ് ഭരണകൂടത്തിനെതിരെ ഈ ചോദ്യം ചോദിക്കുമ്പോൾ ഇന്ത്യയിലെ വിദ്യാർത്ഥികൾ തങ്ങളുടെ ഭാവിയെ ഏറ്റവും കൂടുതൽ ബാധിക്കുകയും അട്ടിമറിക്കുകയും ചെയ്ത പ്രവേശന പരീക്ഷകളിലെ തട്ടിപ്പിന് കാർമ്മികത്വം വഹിച്ചൊരു സർക്കാർ തങ്ങളെ പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചുകൊണ്ട് ആക്രമിച്ചതിനു കൂടി നിങ്ങൾ ഉത്തരം പറയണമെന്നാണ് ആവശ്യപ്പെടുന്നത്. അത് ഇന്നല്ലെങ്കിൽ നാളെ അവർക്ക് പറയേണ്ടി വരിക തന്നെ ചെയ്യും. ശരി.